നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചില ആശയങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്ന 4 ആശയങ്ങൾ. ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾ എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണിവ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ പലതരത്തിലുള്ള വികസന തന്ത്രങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കും. അതിനുശേഷം പ്രധാനമായും 3 മോഡലുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്: പ്ലാനിംഗ് മോഡൽ, വാഷിംഗ്ടൺ കൺസെൻസസ്, പിന്നെ മിക്സ്ഡ് ഇക്കോണമി. അവസാനം ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുന്ന എക്കണോമിക് റീഫോംസ് എന്ന ആശയം എന്താണെന്ന് വിശദമായി പരിശോധിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. നോക്കൂ, ഓരോ രാജ്യത്തിനും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വെറുമൊരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അത് രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതായത്, എല്ലാവർക്കും തുല്യതയാണോ വേണ്ടത്, അതോ വ്യക്തിഗത സംരംഭങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണോ വേണ്ടത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഏത് വികസന തന്ത്രം വേണമെന്ന് തീരുമാനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണിത്. ഒരു രാജ്യം ഏത് വികസന തന്ത്രമാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ സമ്പദ്വ്യവസ്ഥയുടെ സ്വഭാവം. ഉദാഹരണത്തിന്, ഒരു രാജ്യം വൻകിട വ്യവസായങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിൽ അവിടുത്തെ തൊഴിലവസരങ്ങളും കയറ്റുമതിയുമെല്ലാം ആ മേഖലയെ ആശ്രയിച്ചിരിക്കും. എന്നാൽ കാർഷിക മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നതെങ്കിലോ അവിടുത്തെ സാമ്പത്തിക ഘടന തന്നെ തികച്ചും വ്യത്യസ്തമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ തന്ത്രം ഒരു രാജ്യത്തിന്റെ എക്കണോമിക് DNA പോലെയാണ്. ശരി, അപ്പം നമ്മുടെ ആദ്യത്തെ പ്രധാന മോഡലിലേക്ക് വരാം: ദ പ്ലാനിംഗ് മോഡൽ. ഈ മോഡലിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവങ്ങൾ പൂർണ്ണമായും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം. മാർക്കറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് തന്നെ ദീർഘകാല ലക്ഷ്യങ്ങൾ വയ്ക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇവിടെ ശരിക്കും സമ്പദ്വ്യവസ്ഥയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് സ്റ്റേറ്റ്, അതായത് ഭരണകൂടം തന്നെയാണ്. നമുക്ക് ഈ പ്ലാനിംഗ് മോഡലിന്റെ നിർവചനം ഒന്നുകൂടി വ്യക്തമായി നോക്കാം. ഇതിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. 1, വളരെ വ്യക്തമായി മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ. ഉദാഹരണത്തിന്, അടുത്ത 10 വർഷം കൊണ്ട് സ്റ്റീൽ ഉൽപ്പാദനം ഇരട്ടിയാക്കണം എന്നതുപോലെ. 2, രാജ്യത്തുള്ള വിഭവങ്ങൾ, അതായത് മനുഷ്യശേഷി, ധാതുക്കൾ, പണം, ഇവയൊക്കെ. 3, ഈ വിഭവങ്ങളെല്ലാം ഈ ലക്ഷ്യം നേടാനായി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രീകൃത അതോറിറ്റി, അത് ഗവൺമെന്റാണ്. അപ്പോ ഒരു ചോദ്യം വരാം: എന്തിനാണ് പുതുതായി സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളൊക്കെ ഈ പ്ലാനിംഗ് മോഡലിലേക്ക് പോയത്? അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കടുത്ത ദാരിദ്ര്യത്തിലും നിരക്ഷരതയിലുമൊക്കെയായിരുന്നു. അപ്പോൾ ഈ അവസ്ഥ പെട്ടെന്ന് മറികടക്കണമെങ്കിൽ ഗവൺമെന്റ് നേരിട്ട് ശക്തമായി ഇടപെടണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം ഒരു പേടിയായിരുന്നു. വലിയ വിദേശ കമ്പനികൾ, അതായത് MNCകൾ വന്ന് തങ്ങളുടെ ചെറിയ മാർക്കറ്റുകളെയൊക്കെ പിടിച്ചടക്കുമോ എന്നൊരു ഭയം. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസികളൊക്കെ കൊണ്ടുവന്നത്. അതായത്, പുറത്തുനിന്നുള്ള ഇറക്കുമതിക്കൊക്കെ വലിയ നിയന്ത്രണങ്ങൾ വെച്ച് സ്വന്തം വ്യവസായങ്ങളെ സംരക്ഷിക്കുക. ഇനി ഈ മോഡലിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ ഉൽപ്പാദനത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളുടെയും ഉടമസ്ഥാവകാശം ഗവൺമെന്റിനായിരിക്കും. 2, കൃത്യമായ കണക്കുകൾ വെച്ചുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതായത്, എത്ര ടൺ സ്റ്റീൽ, എത്ര ടൺ സിമന്റ് എന്നൊക്കെ കൃത്യമായി പ്ലാനിൽ പറയും. 3, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുണ്ടാക്കണം, ആർക്കുവേണ്ടി ഉണ്ടാക്കണം, എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ള എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കുന്നത് കേന്ദ്രീകൃതമായിട്ടായിരിക്കും. ഇതിന്റെ അർത്ഥമെന്താണ്? ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് പ്രവർത്തിക്കുന്ന മാർക്കറ്റിനോ വിലയ്ക്കോ ഇവിടെ ഒരു റോളുമില്ല. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ് ലെഡ് അപ്രോച്ചിന് പ്രശ്നങ്ങളുണ്ടായി. 1970കളൊക്കെ ആയപ്പോഴേക്കും ഈ മോഡൽ പിന്തുടർന്ന ഒരുപാട് രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ചയൊക്കെ പതുക്കെയായി ഒരുതരം മുരടിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കാര്യക്ഷമതയില്ലായ്മ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം, അഴിമതി, മത്സരമില്ലാത്തത്, ഇതൊക്കെയായിരുന്നു പ്രധാന കാരണങ്ങൾ. ഈ ഒരു വ്യാപകമായ മുരടിപ്പ് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരെയും ഗവൺമെന്റുകളെയും ഇരുത്തി ചിന്തിപ്പിച്ചു. പ്ലാനിംഗ് മോഡൽ ഒരു പരാജയമാണോ? ഇതിനൊരു ബദൽ വേണ്ടേ? ആ ഒരു ചിന്തയാണ്, ആ ഒരു അന്വേഷണമാണ് സാമ്പത്തിക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചത്. ആ അന്വേഷണത്തിന്റെ ഫലമായി വന്ന് പ്ലാനിംഗ് മോഡലിൽ നിന്ന് നേരെ വിപരീതമായൊരു ആശയമാണ് ദ വാഷിംഗ്ടൺ കൺസെൻസസ്.
വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IMF, വേൾഡ് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ചൊരു കൂട്ടം നയങ്ങളായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾഡ് എക്കോണമിയോടുള്ള ഒരു ശക്തമായ പ്രതികരണമായിരുന്നു ഇത്. അപ്പൊ എന്താണിത്? ഇതൊരു കൂട്ടം പോളിസി നിർദ്ദേശങ്ങളാണ്. സാമ്പത്തികമായി പ്രതിസന്ധിയിലായ വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാക്കേജ്. ഇതിന്റെ പ്രധാന ആശയം ഗവൺമെന്റിന്റെ അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കുക, എല്ലാം മാർക്കറ്റിന് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു. മാർക്കറ്റിന്റെ അദൃശ്യമായ കൈകൾ വിഭവങ്ങളെ ഏറ്റവും കാര്യക്ഷമമായി വിനിയോഗിക്കും എന്നും ഗവൺമെന്റിന്റെ ഇടപെടലാണ് വളർച്ചയ്ക്ക് തടസ്സം എന്നുമായിരുന്നു ഇതിന്റെ പിന്നിലെ വിശ്വാസം. വാഷിംഗ്ടൺ കൺസെൻസസിന്റെ പ്രധാന തൂണുകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത്, സമ്പദ്വ്യവസ്ഥയിൽ ഗവൺമെന്റിന് വളരെ ചെറിയൊരു റോൾ മാത്രം മതി. രണ്ടാമത്തേത്, പ്രൈവറ്റൈസേഷൻ, അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരുപക്ഷെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുക. മൂന്നാമത്തേത്, ലിബറലൈസേഷൻ, ലൈസൻസ് രാജ് പോലുള്ള സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തുകളയുക, ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഭാഗം. ഇവയെല്ലാം ചേരുമ്പോൾ ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥ രൂപപ്പെടും എന്നായിരുന്നു കാഴ്ചപ്പാട്. പക്ഷേ ചരിത്രം കാണിച്ചു തന്നത് മറ്റൊന്നാണ്. എങ്ങനെയാണോ പൂർണ്ണമായും സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നത്, അതുപോലെ തന്നെ പൂർണ്ണമായും മാർക്കറ്റിന് വിട്ടുകൊടുക്കുന്ന ഈ തീവ്രമായ സമീപനവും ഒരു സമ്പൂർണ്ണ പരിഹാരമായിരുന്നില്ല. പല രാജ്യങ്ങളിലും ഇത് സാമൂഹികമായ അസമത്വം വർദ്ധിപ്പിച്ചു, സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായി. അപ്പോ ഈ രണ്ട് തീവ്ര നിലപാടുകളുടെയും, അതായത് ഫുൾ സ്റ്റേറ്റ് കൺട്രോളിന്റെയും ഫുൾ മാർക്കറ്റ് ഫ്രീഡത്തിന്റെയും പോരായ്മകളിൽ നിന്നാണ് കൂടുതൽ പ്രായോഗികമായൊരു മോഡൽ വരുന്നത്, ദ മിക്സ്ഡ് ഇക്കോണമി മോഡൽ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇത് സ്റ്റേറ്റിന്റെയും മാർക്കറ്റിന്റെയും നല്ല വശങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. എന്താണ് ഒരു മിക്സ്ഡ് എക്കണോമി? ഇവിടെ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായി ഗവൺമെന്റിനോ മാർക്കറ്റിനോ വിട്ടുകൊടുക്കുന്നില്ല. പകരം എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കുവേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെയുള്ള അടിസ്ഥാന സാമ്പത്തിക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഓരോരുത്തർക്കും ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് ഇവിടുത്തെ ആശയം. ഈ മോഡലിലെ തൊഴിൽ വിഭജനം എങ്ങനെയാണെന്ന് നോക്കൂ. രാജ്യസുരക്ഷ, റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ നമ്മൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയും. ഇവയൊന്നും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ലാഭം കിട്ടില്ല. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന് അതിൽ വലിയ താൽപ്പര്യം കാണില്ല. അപ്പോൾ ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് എടുക്കുന്നു. അതേസമയം കാർ, മൊബൈൽ ഫോൺ പോലുള്ള പ്രൈവറ്റ് ഗുഡ്സ് ലാഭകരമായി കാര്യക്ഷമതയോടെ ഉണ്ടാക്കാൻ പ്രൈവറ്റ് സെക്ടറിന് കഴിയും. അപ്പോൾ അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ രണ്ടുപേരുടെയും കഴിവുകൾ സമ്പദ്വ്യവസ്ഥയുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു. ഒരു മിക്സ്ഡ് എക്കണോമിയുടെ ഏറ്റവും വലിയൊരു ശക്തി അതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഗവൺമെന്റും മാർക്കറ്റും തമ്മിലുള്ള ഈ ഒരു ബാലൻസ് എപ്പോഴും ഒരുപോലെ നിൽക്കണമെന്നില്ല. അത് കാലത്തിനനുസരിച്ച് മാറ്റാം. ഉദാഹരണത്തിന്, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഗവൺമെന്റിന് കൂടുതൽ ഇടപെടേണ്ടി വരും. എന്നാൽ നല്ല സാമ്പത്തിക വളർച്ചയുള്ള സമയത്ത് നിക്ഷേപം കൂട്ടാനായി പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകാം. അതായത് ആവശ്യത്തിനനുസരിച്ച് ഈ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ 3 പ്രധാന മോഡലുകൾ കണ്ടു. പ്ലാനിംഗ് മോഡലിൽ നിന്ന് വാഷിംഗ്ടൺ കൺസെൻസസിലേക്കും പിന്നീട് ഒരു മിക്സ്ഡ് ഇക്കണോമിയിലേക്കും രാജ്യങ്ങൾ മാറുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ വലിയ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മുടെ അവസാനത്തെ ആശയമായ എക്കണോമിക് റിഫോംസിന്റെ പ്രസക്തി. അപ്പൊ എന്താണ് ഇക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞാല്? ഇത് വെറുതെ 1-2 പോളിസികൾ മാറ്റുന്ന പരിപാടിയല്ല. അതിനപ്പുറം ഒരു രാജ്യം പിന്തുടരുന്ന അടിസ്ഥാന സാമ്പത്തിക തന്ത്രം, ആ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി തന്നെ മൊത്തത്തിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ ഇക്കണോമിക് റിഫോംസ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാം ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു പ്ലാനിംഗ് മോഡലിൽ നിന്ന് മാർക്കറ്റിന് കുറച്ചുകൂടി റോള് കൊടുക്കുന്ന ഒരു മിക്സ്ഡ് ഇക്കണോമിയിലേക്ക് മാറുന്നത്, അതൊരു വലിയ മാറ്റമാണ്. അതൊരു ഇക്കണോമിക് റിഫോമാണ്. കാരണം അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ പരിഷ്കാരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയയുണ്ട്. ആദ്യം നിലവിലുള്ള സാമ്പത്തിക മോഡൽ പരാജയപ്പെടുന്നു, വളർച്ച മുരടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ വഴി കണ്ടെത്തണമെന്നുള്ള ആവശ്യം ശക്തമാകും. ഇതാണ് രാജ്യങ്ങളെ ബോധപൂർവം മറ്റൊരു മോഡലിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുന്നത്. ലക്ഷ്യം ഒന്നേയുള്ളൂ: മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും വികസനവും. പലപ്പോഴും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലായിരിക്കും ഇത്തരം വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. ടെക്നിക്കലി പറഞ്ഞാൽ ഏത് ദിശയിലേക്കുള്ള മാറ്റത്തെയും നമുക്ക് പരിഷ്കാരമെന്ന് വിളിക്കാം. പക്ഷേ സാധാരണയായി നമ്മൾ എക്കണോമിക് റിഫോംസ് എന്ന് കേൾക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഗവൺമെന്റിന്റെ പങ്ക് കുറച്ച് പ്രൈവറ്റ് സെക്ടറിനും മാർക്കറ്റിനും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെയാണ്. അതായത് ഒരു സ്റ്റേറ്റ് ലെഡ് മോഡലിൽ നിന്ന്
കൂടുതൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയ ഒരു മോഡലിലേക്കുള്ള യാത്ര. ഇതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇക്കണോമിക് റിഫോം എന്ന് പറയുന്നത് ഒരു തവണ ചെയ്ത് നിർത്തുന്ന ഒന്നല്ല, അതൊരു ലക്ഷ്യമല്ല, മറിച്ച് ഒരു യാത്രയാണ്, ഒരു തുടർ പ്രക്രിയയാണ്. ലോകം മാറുന്നതിനനുസരിച്ച്, പുതിയ വെല്ലുവിളികൾ വരുന്നതിനനുസരിച്ച് സമ്പദ്വ്യവസ്ഥകളും മാറിക്കൊണ്ടിരിക്കണം. ഈ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് സ്റ്റേറ്റും മാർക്കറ്റും തമ്മിലുള്ള ഏറ്റവും ശരിയായ ബാലൻസ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ ഈ ബാലൻസ് എങ്ങനെ മാറണം? ഈ ചോദ്യത്തിന് ലളിതമായ ഒരൊറ്റ ഉത്തരമില്ല. ഈ ശരിയായ സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാതൽ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അല്ലേ? പക്ഷെ ആ പരിഷ്കാരങ്ങളിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഏകദേശം 4 പതിറ്റാണ്ടോളം ഇന്ത്യ പിന്തുടരുന്ന സാമ്പത്തിക മാതൃക എന്തായിരുന്നു? നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ഭരണത്തിനു ശേഷം സ്വാതന്ത്ര്യം കിട്ടുന്നു. ഖജനാവ് ശൂന്യം, രാജ്യമെമ്പാടും പട്ടിണിയും ദാരിദ്ര്യവും, വ്യാവസായികമായി നമ്മൾ വളരെ പിന്നിലാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്നൊരു രാജ്യത്തെ നേതാക്കന്മാരുടെ മുന്നിലുള്ള വെല്ലുവിളി എത്ര വലുതായിരിക്കും? ഏത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത്? രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി എങ്ങനെ പടുത്തുയർത്തണം? ഈ വലിയ ചോദ്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് നമ്മുടെ ഈ വിശകലനം തുടങ്ങാം. ഈ വിശകലനത്തിൽ നമ്മൾ ആദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ തുടക്കവും അന്ന് തിരഞ്ഞെടുത്ത സാമ്പത്തിക പാതയും എന്തായിരുന്നെന്ന് നോക്കും. പിന്നീട് ആ പാതയുടെ നട്ടെല്ലായിരുന്ന ആസൂത്രണത്തെക്കുറിച്ചും അതിന്റെ കേന്ദ്രീകൃത സ്വഭാവത്തെക്കുറിച്ചും സംസാരിക്കും. തുടർന്ന് വ്യാവസായിക രംഗത്തേക്ക് വരാം. അവിടെ പൊതുമേഖലയുടെയും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ലൈസൻസ് രാജ് എന്ന സംവിധാനത്തിന്റെയും പങ്ക് എന്താണെന്ന് പരിശോധിക്കും. അതിനുശേഷം നമ്മുടെ വ്യാപാര നയമായ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കും. ഒടുവിൽ ഈ മോഡലിൽ പതിയിരുന്ന ഘടനാപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നമ്മൾ വിലയിരുത്തും. അപ്പൊ ശരി, നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയും ആ പുതിയ തുടക്കവും. നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമുക്ക് കൈമാറിക്കിട്ടിയത് തകർന്ന് തരിപ്പണമായ ഒരു സമ്പദ്വ്യവസ്ഥയായിരുന്നു. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ഭക്ഷ്യക്ഷാമം രൂക്ഷം, വ്യവസായങ്ങളെന്ന് പറയാൻ കാര്യമായി ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വേണമായിരുന്നു നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കാൻ. അപ്പോൾ നേതാക്കന്മാരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയെങ്കിലും രാജ്യത്ത് അതിവേഗത്തിൽ വികസനം കൊണ്ടുവരിക എന്നതായിരുന്നു. അപ്പോൾ ഈ വലിയ ലക്ഷ്യം നേടാൻ നമ്മുടെ നേതാക്കൾ തിരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു? അതായിരുന്നു സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ്, അഥവാ സർക്കാർ നേതൃത്വം നൽകുന്ന വികസന മാതൃക. എന്തുകൊണ്ടാണ് ഈ വഴി തെരഞ്ഞെടുത്തത്? കാരണം രാജ്യത്തിന്റെ വികസനം സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തണമെന്ന കാര്യത്തിൽ അന്നൊരു രാഷ്ട്രീയ സമവായമുണ്ടായിരുന്നു. ഇതിന് പ്രചോദനമായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളും സോവിയറ്റ് യൂണിയന്റെ ആസൂത്രണ മാതൃകയുമായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വൻകിട വ്യവസായങ്ങൾ തുടങ്ങാൻ ആവശ്യമായ ഭീമമായ മുതൽമുടക്ക് നടത്താൻ അന്ന് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയ്ക്ക് ശേഷിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്തു. ശരി, അപ്പൊ സർക്കാർ വികസനം നയിക്കുമെന്ന് തീരുമാനിച്ചു. പക്ഷെ എങ്ങനെ? അതിനുള്ള പ്രധാന ഉപകരണം എന്തായിരുന്നു? അതാണ് നമ്മുടെ അടുത്ത വിഷയം, ആസൂത്രണം, അതിന്റെ കേന്ദ്രീകൃത മാതൃക. ഈ ആസൂത്രണത്തിന്റെ തലച്ചോറ് എന്നു പറയാവുന്ന സ്ഥാപനമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ചിരുന്നത് ഈ കമ്മീഷനായിരുന്നു. രാജ്യത്തെ എന്തൊക്കെ വിഭവങ്ങളുണ്ട്, അവ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാം, ഏത് മേഖലയ്ക്കു കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയുമായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ പ്രധാന ജോലി. ഈ പദ്ധതികൾ നടപ്പിലാക്കിയത് പഞ്ചവത്സര പദ്ധതികൾ എന്ന പേരിൽ 5 വർഷം വീതമുള്ള കാലയളവുകളായിട്ടാണ്. 1951 തുടങ്ങിയ ആദ്യ പദ്ധതികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉരുക്ക്, സിമന്റ് പോലുള്ള ഘനവ്യവസായങ്ങൾക്കുമാണ് ഊന്നൽ നൽകിയത്. പതിയെ പതിയെ 60കളോടെ സംസ്ഥാനങ്ങൾക്കും ആസൂത്രണത്തിൽ കൂടുതൽ പങ്ക് നൽകി തുടങ്ങി. 80കളോടെ ഇതൊരു ബഹുതല ആസൂത്രണ സംവിധാനമായി മാറിയെങ്കിലും അധികാരം പൂർണ്ണമായി താഴെത്തട്ടിലേക്ക് എത്തിയില്ല. 80കളുടെ അവസാനമായപ്പോഴേക്കും 7ാം പദ്ധതിയിൽ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ശ്രമം നടന്നു. പക്ഷെ അത് വലിയ തോതിലുള്ള വിദേശ കടമെടുപ്പിനെ ആശ്രയിച്ചായിരുന്നു. ആസൂത്രണത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണയായി.
ഇനി നമുക്ക് വ്യാവസായിക രംഗത്തേക്ക് വരാം. ഇവിടെയാണ് കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ വരുന്നത്. ഒന്ന്, പബ്ലിക് സെക്ടർ അഥവാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 2, ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവച്ച ലൈസൻസ് രാജ്. എന്തിനായിരുന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്? ഇത് വെറുമൊരു ബിസിനസ് ആയിരുന്നില്ല, മറിച്ച് രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമായിരുന്നു. രാജ്യത്തിന് ശക്തമായൊരു വ്യാവസായിക അടിത്തറ നൽകുക, പിന്നോക്ക പ്രദേശങ്ങളിലേക്ക് വികസനം എത്തിക്കുക, സമ്പത്ത് കുറച്ചുപേരുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങൾ. പോരാത്തതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതികവിദ്യയും സഹായവും നേടാൻ സ്വകാര്യ കമ്പനികളേക്കാൾ എളുപ്പം സർക്കാരിനായിരുന്നു. പൊതുമേഖലയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ സ്വകാര്യ മേഖലയെ വെറുതെ വിട്ടോ? ഇല്ല. അവരെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന അതിശക്തമായൊരു സംവിധാനമായിരുന്നു ലൈസൻസ് രാജ്. ലളിതമായി പറഞ്ഞാൽ 1950കൾ മുതൽ 90കൾ വരെ ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ നിലവിലുള്ളതൊന്ന് വികസിപ്പിക്കണമെങ്കിലോ സർക്കാരിന്റെ അനുവാദം വേണമായിരുന്നു. ലൈസൻസുകളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു വലിയ കോട്ട തന്നെയായിരുന്നു അത്. ഈ ലൈസൻസ് രാജ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നോക്കാം. നിങ്ങളൊരു സംരംഭകനാണെന്ന് കരുതുക. നിങ്ങളൊരു ഫാക്ടറി തുടങ്ങാൻ ആദ്യം ലൈസൻസിനായി സർക്കാരിന് അപേക്ഷിക്കണം. പിന്നീട് നിങ്ങളുടെ ഫയൽ വിവിധ സർക്കാർ ഓഫീസുകളിലൂടെ കയറിയിറങ്ങും. ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ച് മാസങ്ങൾക്കോ ചിലപ്പോൾ വർഷങ്ങൾക്കോ ശേഷം ഒരു തീരുമാനം വരും. ഒന്നുകിൽ ലൈസൻസ് കിട്ടും, അതും ഒരുപക്ഷെ എത്ര ഉൽപ്പാദിപ്പിക്കാം എന്ന പരിധി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അപേക്ഷ തള്ളിക്കളയും. ഈ കാലതാമസവും അനിശ്ചിതത്വവും സംരംഭകത്വത്തിന് വലിയൊരു തടസ്സമായിരുന്നു. രാജ്യത്തിനകത്തെ വ്യവസായങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ചു. പക്ഷെ പുറം ലോകവുമായി നമ്മുടെ വ്യാപാര ബന്ധം എങ്ങനെയായിരുന്നു? അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വ്യാപാര നയം. നമ്മുടെ അന്നത്തെ വ്യാപാര നയത്തെ ഒറ്റവാക്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അതായത് ഇറക്കുമതിക്ക് ഒരു ബദൽ കണ്ടെത്തുക. പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുക. ഇതിന്റെ പ്രധാന ലക്ഷ്യം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് സ്വാശ്രയത്വം കൈവരിക്കുക എന്നതായിരുന്നു. ഇവിടെ 2 വഴികളുണ്ട്, അല്ലേ? ഒന്ന്, നമ്മുടെ വാതിലുകൾ അടച്ച് നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇതാണ് ഇൻവേർഡ് ലുക്കിംഗ് അഥവാ ഉള്ളിലേക്ക് നോക്കുന്ന തന്ത്രം. ഇന്ത്യ തിരഞ്ഞെടുത്തത് ഈ വഴിയായിരുന്നു. ഇതിന്റെ നേരെ വിപരീതമാണ് ഔട്ട്വേർഡ് ലുക്കിംഗ് തന്ത്രം. അതായത് വാതിലുകൾ തുറന്നിട്ട് ലോകത്തിനു വേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ പുതിയ വ്യവസായങ്ങളെ വിദേശ മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സർക്കാർ ഒരു വൻ മതിൽ തന്നെ പണിതു. ആ മതിലിലെ പ്രധാന കല്ലുകളായിരുന്നു ഈ താരിഫുകളും ക്വാട്ടകളും. അതായത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി അവയുടെ വില കൂട്ടി. ഇറക്കുമതി ചെയ്യാവുന്ന സാധനങ്ങളുടെ അളവിന് പരിധിവെച്ചു. യന്ത്രങ്ങൾ പോലുള്ള ആവശ്യ സാധനങ്ങൾ ഒഴികെ മറ്റൊന്നും ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല ലക്ഷ്യങ്ങളാണെന്ന് തോന്നും, സ്വാശ്രയ ഭാരതം. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ നയങ്ങളുടെ ഫലമെന്തായിരുന്നു? ഇവിടെയാണ് ഈ സാമ്പത്തിക മാതൃകയുടെ വിള്ളലുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. ഈ അടഞ്ഞ സംവിധാനം ചില ലക്ഷ്യങ്ങളൊക്കെ നേടി, ഇല്ല എന്നല്ല. പക്ഷെ അതിന് നമ്മൾ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഈ കടുത്ത നിയന്ത്രണങ്ങൾ സമ്പദ്വ്യവസ്ഥയിൽ ഒരുതരം കാര്യക്ഷമതയില്ലായ്മയുടെ രോഗം പോലെ പടർന്നുപിടിച്ചു. മത്സരമില്ലാത്തതുകൊണ്ട് പല ഇന്ത്യൻ കമ്പനികളും മെച്ചപ്പെട്ടില്ല. അവയ്ക്ക് ലോകവിപണിയിൽ മത്സരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഒന്നാമത്തെ വില്ലൻ ഈ ലൈസൻസ് രാജ് തന്നെ. അത് സംരംഭകത്വത്തെ ശ്വാസം മുട്ടിച്ചു. രണ്ടാമതായി, വിദേശ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കേണ്ടി വരാത്തതുകൊണ്ട് എന്തിനാണ് ഗുണനിലവാരം നന്നാക്കുന്നത്, അല്ലേ? കിട്ടുന്നത് വാങ്ങി ആളുകൾ പൊയ്ക്കോളും എന്നൊരു മനോഭാവം വന്നു. മൂന്നാമതായി, പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ നഷ്ടത്തിലായി. ഇതിനെല്ലാം പുറമെ ഇൻസ്പെക്ടർ രാജ് എന്നൊരു സംവിധാനം കൂടിയുണ്ടായിരുന്നു. പല നിയമങ്ങളുടെ പേരിൽ ഫാക്ടറികളിൽ നിരന്തരം പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥർ. ഇത് കാലതാമസത്തിനും അഴിമതിക്കും കാരണമായി. അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അത് കേട്ടാൽ മാത്രം മതി ഈ പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വ്യവസായികൾ ഡൽഹിയിലൊരു ലൈസൻസ് നേടാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ സ്വാധീനം ചെലുത്താനോ ആണ് ഉപയോഗിച്ചത്. ബിസിനസിന്റെ ശ്രദ്ധ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നതിലേക്ക് മാറിപ്പോയി. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക ശക്തി കുറച്ചുപേരുടെ കയ്യിൽ ഒതുങ്ങുന്നത് തടയാൻ കൊണ്ടുവന്ന ഈ ലൈസൻസ് രാജ് തന്നെ നിലവിലുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ തങ്ങളുടെ കുത്തക നിലനിർത്താൻ ഉപയോഗിച്ചു. പുതിയ എതിരാളികൾ വരാതിരിക്കാൻ അവർ ലൈസൻസുകൾ മുൻകൂട്ടി വാങ്ങിവെക്കും. ഇത് ഫലത്തിൽ പുതിയ സംരംഭകരെ തടയുകയും വിപണിയിൽ സ്വകാര്യ കുത്തകകൾക്ക് വളം വെച്ചുകൊടുക്കുകയും ചെയ്തു.
അപ്പോൾ ആത്യന്തികമായി എന്തുണ്ടായി? വിപണിയിൽ മത്സരം ഇല്ലാതായപ്പോൾ ഉപഭോക്താക്കൾക്ക് കിട്ടിയത് പരിമിതമായ ഓപ്ഷനുകളും പലപ്പോഴും നിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങളുമായിരുന്നു. ആഭ്യന്തര വിപണിയിൽ മാത്രം ഒതുങ്ങിയതുകൊണ്ട് ലോകവിപണിയിൽ മത്സരിക്കാൻ ശേഷിയുള്ള ഒരു കയറ്റുമതി മേഖല കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിച്ചില്ല. ഈ കാര്യക്ഷമതയില്ലായ്മയും വർദ്ധിച്ചുവരുന്ന സർക്കാർ ചെലവുകളും കാരണം 1980കളുടെ അവസാനത്തോടെ ഇന്ത്യ ഒരു വലിയ വിദേശ കടക്കെണിയിലേക്ക് നീങ്ങുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 1991 മുൻപുള്ള ഇന്ത്യയുടെ സങ്കീർണമായ സാമ്പത്തിക യാത്രയാണ്. സ്വാശ്രയത്വവും വ്യാവസായിക വളർച്ചയും എന്ന നല്ല ലക്ഷ്യത്തോടെ തുടങ്ങിയൊരു മാതൃക കാലക്രമേണ കാര്യക്ഷമതയില്ലായ്മയുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു വലയായി മാറി. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ സർക്കാർ നിയന്ത്രിത സാമ്പത്തിക മാതൃകയുടെ ആത്യന്തികമായ നേട്ടങ്ങളും പരാജയങ്ങളും എന്തെല്ലാമായിരുന്നു? ഇന്ത്യയുടെ ഈ അടിസ്ഥാന സാമ്പത്തിക പരീക്ഷണത്തിന്റെ സങ്കീർണമായ പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. ഈ വിശകലനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. 1991ലേക്ക് നമുക്കൊന്ന് തിരിച്ചുപോയാലോ? ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു അന്ന്. രാജ്യം പാപ്പരാകുന്നു, അതായത് കടം തിരിച്ചടയ്ക്കാൻ ഒരു രൂപ പോലുമില്ലാതെ തകർന്നടിയുന്ന അവസ്ഥ. ആ ഒരു കൊക്കയുടെ വക്കിലായിരുന്നു ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയത്? ആ ഒരു പ്രതിസന്ധി ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിച്ച ചില നിർബന്ധിത പരിഷ്കാരങ്ങളിലേക്ക് നമ്മളെ എങ്ങനെ തള്ളിവിട്ടു? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ നമ്മൾ 6 ഭാഗങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം എന്തായിരുന്നു 1991 ആ യഥാർത്ഥ പ്രതിസന്ധി എന്ന് നോക്കും. പിന്നെ അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. കാര്യങ്ങൾ വഷളാക്കിയ ഗൾഫ് യുദ്ധത്തെപ്പറ്റി സംസാരിക്കും. പിന്നെ വഴിമുട്ടി നിന്നപ്പോൾ IMFന്റെ മുന്നിൽ കൈനീട്ടിയതും അതിന്റെ ഭാഗമായി വന്ന നിർബന്ധിത പരിഷ്കാരങ്ങളും ഒടുവിൽ ഇന്ത്യയ്ക്കൊരു പുതിയ വഴികാട്ടിയ LPG മോഡലിനെപ്പറ്റിയും നമ്മൾ വിശദമായിട്ട് സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. 1991 അവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ശരിക്കും ഭയാനകമായിരുന്നു. നമ്മൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വാങ്ങിക്കൂട്ടിയ കടങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു രാജ്യം പാപ്പരായി എന്ന് പ്രഖ്യാപിക്കേണ്ട അവസ്ഥയുടെ തൊട്ടരികിൽ നിൽക്കുകയാണ്. ഈ 2 ആഴ്ച എന്ന സംഖ്യ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? 1991 ജൂൺ ആയപ്പോഴേക്കും ഇന്ത്യയുടെ കയ്യിൽ ആകെ ബാക്കിയുണ്ടായിരുന്നത് വെറും 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്ക് വേണ്ട വിദേശ നാണ്യം മാത്രമായിരുന്നു. അതായത് ഡോളറും മറ്റ് കറൻസികളും. ഒന്നോർക്കണം, ഈ ഇറക്കുമതി എന്ന് പറയുന്നത് രാജ്യത്തിനോടാൻ വേണ്ട പെട്രോളും ഡീസലും മരുന്നുകളും പോലുള്ള അത്യാവശ്യ സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ രാജ്യം നിശ്ചലമാകുമായിരുന്നു. അത്രയ്ക്ക് ഭീകരമായിരുന്നു അവസ്ഥ. ഈ പ്രതിസന്ധിക്ക് പല ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് സർക്കാരിന്റെ ധനക്കമ്മി, അതായത് വരവിനേക്കാൾ എത്രയോ അധികം ചെലവ്. ഇത് രാജ്യത്തിന്റെ മൊത്ത വരുമാനത്തിന്റെ 8.4% വരെ എത്തി. രണ്ടാമതായി സാധനങ്ങൾക്ക് തീപിടിച്ച വില, പണപ്പെരുപ്പം ഏകദേശം 17% കുതിച്ചുയർന്നു. ഇതിന്റെ എല്ലാം കൂടെ വിദേശത്ത് നിന്നുള്ള കടം തലയ്ക്ക് മുകളിലെത്തി. ഇതെല്ലാം കൂടിയാണ് ഒരു BOP ക്രൈസിസ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പ്രതിസന്ധിയിലേക്ക് നമ്മളെ എത്തിച്ചത്. സിംപിളായി പറഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് വിറ്റ് ഡോളർ നേടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഡോളർ ചിലവാക്കി സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുന്നൊരവസ്ഥ. പക്ഷേ ഇത്രയും വലിയൊരു തകർച്ച ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, അല്ലേ? ഇതിന്റെ എല്ലാം വേരുകൾ കിടക്കുന്നത് 1980കളിലാണ്. ആ കാലഘട്ടത്തിലെടുത്ത ചില തീരുമാനങ്ങളാണ് ഈ വലിയ കുഴിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത്. 1980കളിലെ പ്രധാന പ്രശ്നം ഇതായിരുന്നു: കാര്യക്ഷമമല്ലാത്ത മാനേജ്മെന്റ്. സർക്കാർ പല കാര്യങ്ങൾക്കും സബ്സിഡികൾക്കും പ്രതിരോധത്തിനുമൊക്കെയായിട്ട് കയ്യിൽ കണക്കില്ലാതെ പണം ചെലവഴിച്ചു. പക്ഷേ ആ ചിലവിനനുസരിച്ച് വരുമാനമുണ്ടായില്ല. നികുതി പിരിവ് മോശമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലായിരുന്നു. അപ്പോൾ ഈ വരവും ചിലവും തമ്മിലുള്ള വലിയ ഗ്യാപ്പ് എങ്ങനെ നികത്തും? കടം വാങ്ങി. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കടം വാങ്ങിക്കൂട്ടി. ഇവിടെ നോക്കൂ, ഈ അസന്തുലിതാവസ്ഥ വളരെ വ്യക്തമാണ്. ഒരു വശത്ത് സർക്കാരിന്റെ ചെലവ് റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുന്നു, മറുവശത്തോ വരുമാനം ആമയെപ്പോലെ ഇഴഞ്ഞു നീങ്ങുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കില്ലേ? അതുപോലെ രാജ്യം കടം വാങ്ങി മുന്നോട്ടു പോകാൻ തുടങ്ങി. സ്വാഭാവികമായും രാജ്യം ഒരു വലിയ കടക്കെണിയിൽ ചെന്ന് വീണു. ഇതിനിടയിലാണ് മറ്റൊരു വലിയ അബദ്ധം പറ്റുന്നത്. സർക്കാർ രാജ്യത്തിനകത്ത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് പ്രോത്സാഹിപ്പിച്ചു. അതോടെ വിദേശ കാറുകളും ഇലക്ട്രോണിക് സാധനങ്ങളുമൊക്കെ ഒരുപാട് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ സാധനങ്ങൾ പുറത്തേക്ക് വിറ്റ് ഡോളർ ഉണ്ടാക്കാനുള്ള ഒരു നല്ല പ്ലാനും നമുക്കില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഡോളർ ചെലവാക്കി സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. പക്ഷെ ഡോളർ തിരികെ കിട്ടാനുള്ള വഴിയൊന്നും കണ്ടില്ല. ആ നഷ്ടം നികത്താനും നമ്മൾ കടം വാങ്ങി. ഇങ്ങനെ സാമ്പത്തികമായി ഒരു വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്ന ഇന്ത്യയുടെ തലയിൽ ഇടിത്തി പോലെയാണ് 1990കളിൽ ഗൾഫ് യുദ്ധം വന്നു വീഴുന്നത്.
അതോടുകൂടി ഗുരുതരമായൊരു പ്രശ്നം ഉടനടി പരിഹാരം കാണേണ്ട ഒരു മഹാപ്രതിസന്ധിയായി മാറി. ഗൾഫ് യുദ്ധം ഇന്ത്യക്ക് തന്നത് ഒരു ഇരട്ട പ്രഹരമായിരുന്നു. ഒന്നാമത്തെ അടി, ക്രൂഡ് ഓയിലിന്റെ വില ഇരട്ടിയിലധികമായി. അതോടെ നമ്മുടെ ഇറക്കുമതി ചിലവ് താങ്ങാൻ പറ്റാതായി. രണ്ടാമത്തെ അടി, ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് തിരികെ വരേണ്ടി വന്നു. അവർ നാട്ടിലേക്ക് അയച്ചിരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനം ഒറ്റയടിക്ക് നിന്നു. ചുരുക്കി പറഞ്ഞാൽ പോക്കറ്റിലേക്ക് പണം വരുന്ന വഴി അടഞ്ഞു. പോക്കറ്റിൽ നിന്ന് പണം പോകുന്ന വഴി തുറന്നിടുകയും ചെയ്തു. ഫലം, ഖജനാവ് കാലി. അങ്ങനെ എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ സർക്കാരിന്റെ മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ലോകത്തിന്റെ ലാസ്റ്റ് റിസോർട്ടെന്ന് വിളിക്കുന്ന അന്താരാഷ്ട്ര നാണയനിധി, അതായത് IMFന്റെ മുന്നിൽ സഹായത്തിനായി കൈനീട്ടുക. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരുന്നു അന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്ന്. ഉത്തരം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. 1991 ആയപ്പോഴേക്കും ഇന്ത്യയുടെ വിശ്വാസ്യത ലോകത്തിനു മുന്നിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കടം തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യത്തിന് ₹1 പോലും കടം തരാൻ ആരും തയ്യാറായിരുന്നില്ല. ഒരു രാജ്യം അതിന്റെ കടം തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു, അതായത് ഡിഫോൾട്ട് ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുന്ന ആ വലിയ നാണക്കേടിന്റെ വക്കിലായിരുന്നു നമ്മൾ. ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് IMF പറഞ്ഞത്, ശരി, ഞങ്ങൾ സഹായിക്കാം. പക്ഷേ ആ പക്ഷയ്ക്ക് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ആ രക്ഷാ പാക്കേജിന് ഇന്ത്യ കൊടുക്കേണ്ടി വന്ന വിലയായിരുന്നു ഈ നിർബന്ധിത പരിഷ്കാരങ്ങൾ. IMF വെറുതെ പണം തരില്ല. അവർ പറയും, നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം നന്നാക്കണം, ഞങ്ങൾ പറയുന്ന ഈ മാറ്റങ്ങളെല്ലാം നടപ്പിലാക്കണം, എങ്കിലേ പണം തരൂ. ഇതിനെയാണ് നമ്മൾ IMF കണ്ടീഷണാലിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ അടിമുടി അഴിച്ചുപണിയാനുള്ള ഒരു നിർബന്ധിത നിർദ്ദേശമായിരുന്നു. ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുന്ന കൈപ്പുള്ള മരുന്ന് പോലെയായിരുന്നു. അക്കാലത്തെ പൊതുവികാരം എന്തായിരുന്നു എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പുറത്തുനിന്നൊരു സ്ഥാപനം വരുന്നു എന്നൊരു തോന്നൽ. അത് ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ തലത്തിലും വലിയ എതിർപ്പുകളുണ്ടാക്കി. ഈ മാറ്റങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നതിലുപരി ഇത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നൊരു വികാരമായിരുന്നു എല്ലാവർക്കും. IMFന്റെ ഈ വ്യവസ്ഥകൾ ശരിക്കുമൊരു ഷോക്ക് തെറാപ്പിയായിരുന്നു. ആദ്യം തന്നെ അവർ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഒറ്റയടിക്ക് 22% കുറച്ചു. എന്തിനാണെന്നോ? നമ്മുടെ സാധനങ്ങൾക്ക് പുറം നാട്ടിലെ വില കുറയും, അപ്പോൾ കൂടുതൽ ആളുകൾ വാങ്ങും, കയറ്റുമതി കൂടും. പിന്നെ ഇറക്കുമതിക്ക് ചുമത്തിയിരുന്ന 130% എന്ന ഭീമമായ ടാക്സ് നേരെ 30%ലേക്ക് വെട്ടിക്കുറച്ചു. സർക്കാരിനോട് അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനും അതേസമയം വരുമാനം കൂട്ടാനായി ചില ടാക്സുകൾ വർദ്ധിപ്പിക്കാനും ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ നിർബന്ധിത അഴിച്ചുപണികളെല്ലാം ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ തത്വശാസ്ത്രത്തിന് രൂപം നൽകി. ഇന്ത്യയുടെ ഭാവിയെ തന്നെ നിർവചിച്ച ആ ആശയം, അതാണ് LPG മോഡൽ എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത്. ഈ LPG എന്ന് പറയുന്നത് 3 വാക്കുകളുടെ ചുരുക്കപ്പേരാണ്: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, പിന്നെ ഗ്ലോബലൈസേഷൻ. ഈ 3 ആശയങ്ങളായിരുന്നു പുതിയ പരിഷ്കാരങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഇതിലെ L, അതായത് ലിബറലൈസേഷനായിരുന്നു പുതിയ ദിശ. സർക്കാരിന്റെ പിടിയിൽ നിന്ന് സാമ്പത്തിക കാര്യങ്ങളെ കുറച്ചുകൂടി സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു അത്. P, അതായത് പ്രൈവറ്റൈസേഷൻ, ആ ദിശയിലേക്കുള്ള പാതയായിരുന്നു. സർക്കാർ ചെയ്തിരുന്ന പല കാര്യങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുക. ഇനി G, അതായത് ഗ്ലോബലൈസേഷൻ, അതായിരുന്നു നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം: ഇന്ത്യൻ എക്കണോമിയെ ലോകവുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോഴേ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. 1991 ആ പ്രതിസന്ധി അതൊരു ദേശീയ ദുരന്തം മാത്രമായിരുന്നോ, അതോ ഇന്ത്യയുടെ തലവര മാറ്റിവരയ്ക്കാൻ ആവശ്യമായിരുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നോ? ഒരുപക്ഷേ ചിലപ്പോഴൊക്കെ മുന്നോട്ട് കുതിക്കാൻ ഇങ്ങനെയൊരു തകർച്ച ആവശ്യമായിരിക്കാം, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ചിന്തിക്കുക. നമുക്ക് വീണ്ടും കാണാം. 1991 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈയൊരു വർഷം എത്രത്തോളം നിർണായകമാണെന്നറിയാമോ? അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിച്ചൊരു വർഷമായിരുന്നു. ഇന്ത്യയെ പുതിയൊരു ദിശയിലേക്ക് നയിച്ച ആ വലിയ മാറ്റം എന്തായിരുന്നു? അത് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തിയത്? നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാം. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യം 1991 മുൻപുള്ള ഇന്ത്യ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കും. പിന്നെ ആ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിനുശേഷം എന്താണ് ഈ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം, അതെങ്ങനെ നടപ്പിലാക്കി, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ അവസാനം അതിന്റെ സ്വാധീനം ഇന്നും എങ്ങനെ തുടരുന്നു എന്ന് നമ്മൾ സംസാരിക്കും. ഈ മാറ്റത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടൈം ട്രാവൽ ചെയ്യണം. 1991 മുൻപുള്ള ഇന്ത്യയിലേക്ക്. സർക്കാർ നിയന്ത്രണങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്ന, ലൈസൻസ് കോട്ട പെർമിറ്റ് രാജ് എന്ന് കളിയാക്കി വിളിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഒന്ന് ആലോചിച്ചു നോക്കൂ.
നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം. 1991 മുൻപാണെങ്കിൽ അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു. ലൈസൻസ് വേണം, കോട്ട വേണം, പെർമിറ്റ് വേണം, എല്ലാം സർക്കാർ തീരുമാനിക്കും. എന്നാൽ 1991 ശേഷം കാര്യങ്ങൾ മാറി, നിയന്ത്രണങ്ങൾ കുറഞ്ഞു, വിപണിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. ആ വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ രാവും പകലും പോലെയായിരുന്നു. ഇതൊരു തമാശയല്ല കേട്ടോ. അന്നത്തെ യഥാർത്ഥ അവസ്ഥ ഇതായിരുന്നു. പല സംരംഭകരുടെയും യഥാർത്ഥ ജോലി ഫാക്ടറിയിലോ കടയിലോ ആയിരുന്നില്ല, മറിച്ച് ഡൽഹിയിലെ സർക്കാർ ഓഫീസുകളുടെ ഇടനാഴികളിലായിരുന്നു. ഒരു ലൈസൻസിനു വേണ്ടി മാസങ്ങളോളം അലയേണ്ടി വന്നിരുന്നു. അപ്പോ എന്തായിരുന്നു ഈ നിയന്ത്രിത സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന പ്രശ്നങ്ങൾ? ഒന്നാമതായി, എന്തു തുടങ്ങാനും എന്തിന് അടച്ചുപൂട്ടാൻ പോലും സർക്കാരിന്റെ അനുവാദം, അതായത് ലൈസൻസ് വേണമായിരുന്നു. പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു. ചില സാധനങ്ങൾ ചെറിയ കമ്പനികൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. എന്തിനേറെ, ഒരു സോപ്പിന്റെ വില പോലും സർക്കാർ തീരുമാനിക്കുന്ന അവസ്ഥ. എന്നാൽ ഈ ഒരു സിസ്റ്റത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1991 ആയപ്പോഴേക്കും രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൊന്നിലേക്ക് കൂപ്പുകുത്തി. പഴയ രീതികളെല്ലാം തകർച്ചയുടെ വക്കിലെത്തി. എന്തായിരുന്നു ഈ പ്രതിസന്ധിയുടെ ലക്ഷണങ്ങൾ? രാജ്യത്തിന്റെ സാമ്പത്തികാരോഗ്യം മോശമാവുകയാണെന്ന് കാണിക്കുന്ന ചില അപായ സൂചനകളുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള വിദേശ കറൻസി, അതായത് ഫോറിൻ എക്സ്ചേഞ്ച്, തീർന്നുകൊണ്ടിരുന്നു. കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്തു. സാധനങ്ങൾക്ക് തീപ്പിടിച്ച വിലയായി. ഇതൊക്കെ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു. അവസ്ഥ എത്രത്തോളം ഗുരുതരമായിരുന്നുവെന്നറിയാമോ? നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും 7 ദിവസത്തേക്കുള്ള പെട്രോൾ, മരുന്നുപോലുള്ള അവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ട പണം മാത്രം. രാജ്യം ഏതു നിമിഷവും കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ പാപ്പരാകാവുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഒരു ശാപമായിരുന്നെങ്കിലും അതൊരു തരത്തിൽ അനുഗ്രഹമായി മാറി. കാരണം ഇത് നമ്മളെ ഒരു വലിയ മാറ്റത്തിന് നിർബന്ധിതരാക്കി. സഹായത്തിനായി നമ്മൾ ലോകബാങ്കിനെയും IMFനെയും സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, പണം തരാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ മാറ്റണം. അങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഹൃദയത്തിലേക്കെത്തുന്നത്. എന്താണ് ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്ന് നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കിങ്ങനെ ചിന്തിക്കാം. അതുവരെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എന്ന കളിയുടെ റഫറിയും കളിക്കാരനും നിയമങ്ങൾ ഉണ്ടാക്കുന്നയാളും എല്ലാം സർക്കാരായിരുന്നു. ലിബറലൈസേഷൻ വന്നപ്പോൾ സർക്കാർ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനി കളിയിൽ നിന്ന് കുറച്ചൊന്ന് പിന്നോട്ട് മാറാം, കളി നിങ്ങൾ കളിക്കൂ. അതായത് സർക്കാരിന്റെ അമിതമായ നിയന്ത്രണങ്ങൾ കുറച്ച് വിപണിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രക്രിയ. ശരി, അപ്പോൾ ഈ ആശയം എങ്ങനെയാണ് പ്രായോഗികമാക്കിയത്? വെറുതെ പറഞ്ഞാൽ മതിയോ? പോരല്ലോ. നമുക്ക് നോക്കാം ആ പഴയ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ഒന്നൊന്നായി എടുത്തുകളഞ്ഞതെന്ന്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഡീറെഗുലേഷൻ. ആ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ റെഗുലേഷൻസ്, അതായത് അനാവശ്യ നിയമങ്ങൾ എടുത്തുമാറ്റുക, പ്രത്യേകിച്ചും ആ ലൈസൻസ് രാജിന് കാരണമായ നിയമങ്ങൾ. ഇതായിരുന്നു മാറ്റത്തിന്റെ ആദ്യത്തെ വെടി. ഈ ടേബിൾ നോക്കൂ. ഇത് കാണിക്കുന്നത് തന്നെ ആ മാറ്റത്തിന്റെ വ്യാപ്തിയാണ്. ഇലക്ട്രോണിക്സ്, കാറുകൾ, മരുന്നുകൾ, എന്തിനേറെ പറയുന്നു, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മിക്ക സാധനങ്ങൾ ഉണ്ടാക്കാനും ഇനി സർക്കാരിന്റെ ലൈസൻസ് വേണ്ട എന്നായി. ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാം അങ്ങ് തുറന്നുവിട്ടില്ല. രാജ്യസുരക്ഷയും ജനങ്ങളുടെ ആരോഗ്യവുമൊക്കെ പ്രധാനമല്ലേ? അതുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ, ചില അപകടകരമായ കെമിക്കലുകൾ, ഇതുപോലുള്ള കുറച്ച് തന്ത്രപ്രധാനമായ കാര്യങ്ങൾക്ക് മാത്രം ലൈസൻസ് നിലനിർത്തി. ഇനി ഫാക്ടറികൾക്കുള്ളിലെ കാര്യങ്ങൾ മാത്രമല്ല മാറിയത്. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കച്ചവടത്തിലും വലിയ മാറ്റങ്ങൾ വന്നു. പണ്ട് ഇത്ര ടൺ സാധനമേ ഇറക്കുമതി ചെയ്യാവൂ എന്നൊരു കണക്കുണ്ടായിരുന്നു. അതാണ് കോട്ട. അതൊക്കെ എടുത്തു കളഞ്ഞു. പിന്നെ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ഭീമമായ നികുതി, അതായത് ടാരിഫ്, അതും കുറച്ചു. ഇന്ത്യയുടെ വാതിലുകൾ ലോകത്തിനു മുന്നിൽ തുറക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു. ഇതിന്റെയൊക്കെ ഫലമെന്തായിരുന്നു? ഈ മാറ്റങ്ങൾ ശരിക്കും ഇന്ത്യക്ക് ഗുണം ചെയ്തോ അതോ ദോഷം ചെയ്തോ? നമുക്ക് നോക്കാം. ഉത്തരം വളരെ വ്യക്തമാണ്. അതെ, ഗുണം ചെയ്തു. അതും ചെറിയ ഗുണമല്ല. ഇന്ത്യയുടെ GDP, അതായത് രാജ്യത്തിന്റെ മൊത്തവരുമാനം, ആളോഹരി വരുമാനം എല്ലാം കുതിച്ചുയർന്നു. രാജ്യത്തിന്റെ വളർച്ചയുടെ ഗ്രാഫ് തന്നെ മാറിമറിഞ്ഞു എന്ന് പറയാം. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ചാർട്ട് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ലിബറലൈസേഷൻ വന്ന IT, ടെലികോം പോലുള്ള സെക്ടറുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. അതേസമയം പഴയ നിയന്ത്രണങ്ങളിൽ തന്നെ തുടർന്ന മേഖലകൾക്ക് അത്ര വേഗതയുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പോ 1991 എല്ലാം കഴിഞ്ഞുവെന്ന് കരുതരുത്. ഇല്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു.
ഇന്ത്യയുടെ സാമ്പത്തിക കഥയിലെ ഒരു പുതിയ ആവേശകരമായ അധ്യായത്തിന്റെ തുടക്കം. ആ കഥ ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് നമുക്കീയൊരു ചോദ്യത്തിൽ നിർത്താം. 30-ലധികം വർഷങ്ങൾക്കിപ്പുറം 1991 ആ മാറ്റങ്ങൾ ഇന്നത്തെ ഇന്ത്യയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമ്മൾ ഇന്ന് കാണുന്ന വളർച്ചയുടെയും നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളുടെയും എല്ലാം അടിസ്ഥാനം ഒരുപക്ഷെ അന്നെടുത്ത ആ ധീരമായ തീരുമാനങ്ങളിലായിരിക്കാം, അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് എപ്പോഴും ചർച്ചയാവുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. എന്താണ് ശരിക്കും ഈ സ്വകാര്യവൽക്കരണം? എന്തിനാണ് ഗവൺമെന്റുകൾ ഇത് ചെയ്യുന്നത്? നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഇത് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചില്ല. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർഡറിൽ തന്നെ നോക്കാൻ പോവാണ്. ആദ്യം തന്നെ എന്താണ് പൊതുമേഖല, എന്താണ് സ്വകാര്യമേഖല എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്കായ സ്വകാര്യവൽക്കരണത്തിലേക്ക് കടക്കും. അതിന്റെ ലക്ഷ്യങ്ങൾ, രീതികൾ, അതുകൊണ്ടുവന്ന മാറ്റങ്ങൾ, വിമർശനങ്ങൾ, പിന്നെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പോളിസി എന്താണെന്ന് വരെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഏതൊരു രാജ്യത്തിന്റെയും സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രധാനമായും 2 തൂണുകളുണ്ട്. പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖല, പിന്നെ പ്രൈവറ്റ് സെക്ടർ, അതായത് സ്വകാര്യമേഖല. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വ്യത്യാസം അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താണ് ഈ പബ്ലിക് സെക്ടർ? വളരെ സിമ്പിളാണ്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗവൺമെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണിത്. ഇവയുടെ പ്രധാന ലക്ഷ്യം എപ്പോഴും ലാഭമുണ്ടാക്കുക എന്നതായിരിക്കില്ല, മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക എന്നതാണ്. ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. കണ്ടില്ലേ? ഉടമസ്ഥാവകാശം, ലക്ഷ്യം, പണം എവിടെ നിന്ന് വരുന്നു എന്നതിലൊക്കെ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന്. പൊതുമേഖലയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയും പോസ്റ്റ് ഓഫീസുമൊക്കെ. അതേസമയം സ്വകാര്യ മേഖലയിലെ ടാറ്റ, റിലയൻസ് പോലുള്ള വമ്പന്മാരുണ്ട്. അപ്പൊ ബേസിക്കലി ഒന്ന് ജനസേവനത്തിനും മറ്റേത് ലാഭത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ശരി, ഈ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രൈവറ്റൈസേഷൻ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ വാക്കിന് പല തലങ്ങളുണ്ട്. അതൊരു സിംഗിൾ പ്രോസസ് അല്ല. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഗവൺമെന്റിന്റെ കയ്യിലുള്ള കമ്പനികളോ ആസ്തികളോ പ്രൈവറ്റ് ആളുകൾക്കോ കമ്പനികൾക്കോ വിൽക്കുന്ന പരിപാടിയാണിത്. അതായത് ചില ബിസിനസ്സുകൾ നടത്തുന്നതിൽ നിന്ന് ഗവൺമെന്റ് പതുക്കെ പിന്നോട്ടു മാറി ആ സ്ഥലം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നു. പക്ഷേ ഈ സ്വകാര്യവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിനൊരു 3 തരം അർത്ഥങ്ങളുണ്ട്. 1. ഡീനാഷണലൈസേഷൻ, അതായത് ഒരു കമ്പനിയുടെ 100% ഉടമസ്ഥതയും സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുക. 2. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതാണ് ഏറ്റവും കോമൺ. കമ്പനിയുടെ കുറച്ചു ശതമാനം ഓഹരി മാത്രം വിൽക്കുന്നു. 3. കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. അതായത് പ്രൈവറ്റ് സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു ഗവൺമെന്റ് പോളിസിയെയും ഒരു തരം സ്വകാര്യവൽക്കരണമായി കണക്കാക്കാം. അടുത്ത ചോദ്യം ഇതാണ്: എന്തിനാണ് ഗവൺമെന്റുകൾ ഇങ്ങനെ ചെയ്യുന്നത്? സ്വന്തം ഉടമസ്ഥതയിലുള്ള കമ്പനികളെ എന്തിനാണ് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നത്? ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇതിനൊരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായും പ്രൈവറ്റ് സെക്ടറിന്റെ ആ ഒരു കാര്യക്ഷമതയും മാനേജ്മെന്റ് സ്കില്ലുമൊക്കെ ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുക, അതുവഴി അവയെ ലാഭത്തിലാക്കുക. അതോടൊപ്പം ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നതിൽ നിന്ന് മാറി ഗവൺമെന്റിന് ഭരണം, സാമൂഹ്യക്ഷേമം പോലുള്ള പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പറ്റും. ഫൈനലി, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കൂട്ടുക എന്നതും ഒരു പ്രധാന ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഗവൺമെന്റ് കമ്പനി മുഴുവനായി വിൽക്കുന്നില്ല. പകരം അതിലെ ഓഹരികളുടെ ഒരു ചെറിയ ഭാഗം മാത്രം, ഒരു 10%, 20% ഒക്കെ വിൽക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനിയുടെ ഭൂരിഭാഗം ഷെയറും ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെയിരിക്കും. അതുകൊണ്ട് കൺട്രോൾ പോകുന്നില്ല. പ്രധാന ലക്ഷ്യം ഗവൺമെന്റിന് കുറച്ച് പണം കണ്ടെത്തുക എന്നതാണ്. എന്നാൽ അടുത്തത് കുറച്ചുകൂടി സീരിയസ് ആണ്: സ്ട്രാറ്റജിക് സെയിൽ. പേരുപോലെ തന്നെ ഇതൊരു തന്ത്രപരമായ വിൽപ്പനയാണ്. ഇത് ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇവിടെയാണ് കളി മാറുന്നത്. ഗവൺമെന്റ് 51% അതിൽ കൂടുതലോ ഓഹരികൾ ഒരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കും. അതോടെ ആ കമ്പനിയുടെ മാനേജ്മെന്റ് കൺട്രോൾ അടക്കം ആ പ്രൈവറ്റ് പാർട്ട്ണറുടെ കയ്യിലാകും.
അപ്പോ ഈ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ മാനേജ്മെന്റ് സർക്കാരിന്റെ കയ്യിൽ തന്നെ. സ്ട്രാറ്റജിക് സെയിലിൽ മാനേജ്മെന്റ് സ്വകാര്യ മേഖലയ്ക്ക് പോകുന്നു. ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം പണം കണ്ടെത്താനാണെങ്കിൽ സ്ട്രാറ്റജിക് സെയിലിന്റെ ലക്ഷ്യം കമ്പനിയുടെ കാര്യക്ഷമത കൂട്ടി സർക്കാരിന്റെ ഭാരം കുറയ്ക്കുക എന്നതാണ്. ഇന്ത്യയില് ഇങ്ങനെ സ്ട്രാറ്റജിക് സെയിൽ വഴി കൈമാറ്റം ചെയ്യപ്പെട്ട ചില കമ്പനികള് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മാരുതിയുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? അതുപോലെ VSNL, ബാൽകോ, ഹിന്ദുസ്ഥാൻ സിങ്ക് ഇവയെല്ലാം ഒരു കാലത്ത് സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് സ്ട്രാറ്റജിക് സെയിൽ വഴി സ്വകാര്യ പങ്കാളികൾക്ക് കൈമാറി. ഏതൊരു വലിയ സാമ്പത്തിക മാറ്റത്തെയും പോലെ പ്രൈവറ്റൈസേഷനും രണ്ട് വശങ്ങളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതിനെ ശക്തമായി എതിർക്കുന്നവരുമുണ്ട്. രണ്ടു കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുമുണ്ട്. നമുക്ക് ആ രണ്ട് വാദങ്ങളും ഒന്ന് കേട്ടുനോക്കാം. അതെ, ഇതാണ് $1 മില്യൺ ചോദ്യം. ശരിക്കും സ്വകാര്യവൽക്കരണം നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്തത്? ഇതൊരു വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ? ഇതിനൊരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ കുറച്ചു പാടാണ്. ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ പറയുന്നത് പ്രൈവറ്റ് മാനേജ്മെന്റ് വരുമ്പോൾ കാര്യക്ഷമത കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും, തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാൻ പറ്റും, സർക്കാർ ഓഫീസുകളിലെ പോലെ ഫയൽ നീങ്ങാൻ കാത്തുനിൽക്കേണ്ടി വരില്ല. ഇത് ആ കമ്പനിയുടെ ഭാവിക്ക് നല്ലതാണെന്നും അവർ വാദിക്കുന്നു. എന്നാൽ മറുവശത്ത് ശക്തമായ വിമർശനങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, ഗവൺമെന്റിന്റെ കുത്തക മാറി ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കുത്തക വന്നാൽ അത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ കാരണമാവുമോ എന്ന പേടി. പിന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക. അതുപോലെ രാജ്യത്തിന്റെ വിലപ്പെട്ട സ്വത്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നു എന്ന ആരോപണവും വളരെ ശക്തമാണ്. ശരി, ഇത്രയും വാദപ്രതിവാദങ്ങൾ കേട്ട സ്ഥിതിക്ക് ഇന്ത്യയിൽ ഇന്ന് എന്താണ് അവസ്ഥ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അഥവാ ഓഹരി വിറ്റഴിക്കൽ സംബന്ധിച്ച് നിലവിലുള്ള ഗവൺമെന്റ് പോളിസി എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ നയം കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണെന്ന് പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ സ്വത്താണെന്ന് നയം പറയുന്നു. അതുകൊണ്ട് ചെറിയ തോതിൽ ഓഹരി വിൽക്കുകയാണെങ്കിൽ 51% ഓഹരികൾ ഗവൺമെന്റ് കയ്യിൽ വയ്ക്കും. അതേസമയം സ്ട്രാറ്റജിക് സെയിൽ നടത്തേണ്ട കമ്പനികളെ കണ്ടെത്താനും അതിന്റെ നടപടിക്രമങ്ങൾക്ക് ഉപദേശം നൽകാനും നീതി ആയോഗിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒഫീഷ്യൽ ന്യായീകരണം എന്താണെന്ന് ഈ ഒരു വാചകം വ്യക്തമാക്കുന്നുണ്ട്. കമ്പനികളുടെ സാമ്പത്തിക അച്ചടക്കം കൂട്ടുക, അവയെ മോഡേണൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. അപ്പോ ഈയൊരു ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യം: നഷ്ടത്തിൽ ഓടുന്ന ഗവൺമെന്റ് കമ്പനികൾ മാത്രം സ്വകാര്യവൽക്കരിക്കുന്നതാണോ ശരി, അതോ നന്നായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെയും സ്വകാര്യവൽക്കരിക്കാമോ? ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് കരുതുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരു വിഷയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ കഥ നമ്മൾ സാധാരണ കേൾക്കുന്ന തലക്കെട്ടുകൾക്കപ്പുറം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനൊരു ശ്രമം നടത്തിയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക ഏകീകരണത്തിന്റെ ആ ഒരു യാത്രയുടെ ഓരോ ഘട്ടങ്ങളുമാണ്. അതെങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു അതിലെ പ്രധാന നാഴികക്കല്ലുകൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആദ്യം തന്നെ ഗ്ലോബലൈസേഷൻ എന്ന വലിയൊരാശയത്തിൽ നിന്ന് നമ്മൾ തുടങ്ങും. പിന്നെ ഒരു രാജ്യം ആഗോളതലത്തിൽ ഒന്നിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരും. ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, അതിന്റെ പല പല തലമുറകൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോ ശരി, ആദ്യം തന്നെ ഈ മുഴുവൻ കഥയുടെയും ആണിക്കല്ലായ ആ ആശയത്തിലേക്ക് വരാം. എന്താണ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം? ഇതിനൊരു ഔദ്യോഗിക നിർവചനം വേണമെങ്കിൽ നമുക്ക് നേരെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക്, അതായത് WTOയിലേക്ക് പോകാം. അവർ പറയുന്നതനുസരിച്ച് രാജ്യങ്ങളുടെ അതിരുകൾ സാമ്പത്തിക കാര്യങ്ങൾക്കൊരു തടസ്സമല്ലാതായി മാറുന്ന ഒരു പ്രക്രിയയാണിത്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാല് ലോകം മൊത്തത്തിൽ ഒരൊറ്റ വലിയ മാർക്കറ്റായി മാറുന്ന ഒരു അവസ്ഥ. അത്രയുള്ളൂ. ഇനി ഈ സാമ്പത്തിക നിർവചനത്തെ നമ്മുടെയൊക്കെ ജീവിതവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. അമേരിക്കയിൽ ഒരു ബാങ്ക് തകർന്നാൽ നമ്മുടെ നാട്ടിലെ IT കമ്പനികളുടെ ഷെയർ വില ഇടിയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഉക്രൈനിലെ യുദ്ധം നമ്മുടെ അടുക്കളയിലെ പാചക എണ്ണയുടെ വില കൂട്ടുന്നത് എങ്ങനെയാണ്? ഇതിന്റെയെല്ലാം ഉത്തരം ഈയൊരു ആശയത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ അറിയാതെ തന്നെ ലോകത്തിന്റെ മറ്റേതോ കോണിലുള്ള സംഭവങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു.
അപ്പോ ഈ രാജ്യങ്ങൾ തമ്മിൽ ഏകീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രായോഗികമായി എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ചില സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു രാജ്യം അതിന്റെ സാമ്പത്തിക വാതിലുകള് ലോകത്തിനു വേണ്ടി തുറക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണിത്. അതായത് ഇറക്കുമതി തീരുവകളൊക്കെ കുറയും, പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് ഇവിടെ വന്ന് നിക്ഷേപം നടത്താൻ എളുപ്പമാകും, രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിൽ, അതായത് GDP-യിൽ കയറ്റുമതിയും ഇറക്കുമതിയും ഒരു വലിയ ഭാഗമായി മാറും. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നതിൽ നിന്ന് മാറി ലോകത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇനി ഈ ആഗോളവൽക്കരണം എന്ന ആശയം ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത് എന്ന് നോക്കാം. നമുക്കറിയാം 1990-കൾ വരെ ഒരു തരം അടഞ്ഞ സമ്പദ്വ്യവസ്ഥയായിരുന്നു നമ്മുടേത്. അങ്ങനെയൊരു രാജ്യം എങ്ങനെയാണ് ഇത്രയും വലിയൊരു മാറ്റത്തിന് തയ്യാറെടുത്തത്? ഇന്ത്യയുടെ തുടക്കം 2 പ്രധാന തൂണുകളിലായിരുന്നു. ഒന്ന്, പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഷോർട്ട് ടേം നടപടികൾ. ഉദാഹരണത്തിന് വിദേശ നാണ്യശേഖരം തീർന്നു പോകാതെ നോക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇതിനെയാണ് മാക്രോ എക്കണോമിക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദീർഘകാലത്തേക്കുള്ള മാറ്റങ്ങളാണ്, അതായത് ലോങ് ടേം. സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ കാര്യക്ഷമമാക്കുക, ലോകരാജ്യങ്ങളോട് മത്സരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഇതാണ് സ്ട്രക്ചറൽ റീഫോംസ്. ആദ്യത്തേത് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയാണെങ്കിൽ രണ്ടാമത്തേത് ഒരു സമ്പൂർണ്ണ ജീവിതശൈലി മാറ്റം പോലെയായിരുന്നു. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ഈ സാമ്പത്തിക പരിവർത്തനം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് സംഭവിച്ച ഒന്നല്ല. മറിച്ച് സാമ്പത്തിക വിദഗ്ധർ തലമുറകൾ അഥവാ ജനറേഷൻസ് ഓഫ് റിഫോംസ് എന്ന് വിളിക്കുന്ന വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്ത പല ഘട്ടങ്ങളിലൂടെയായിരുന്നു അത് മുന്നോട്ടു പോയത്. ഈ തലമുറകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യ സ്വീകരിച്ച ആ വഴിയുടെ പ്രത്യേകത നമ്മൾ അറിയണം. ചില രാജ്യങ്ങൾ ഷോക്ക് തെറാപ്പി പോലെ പെട്ടെന്നുള്ള വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യ തെരഞ്ഞെടുത്തത് ഗ്രാജുവലിസം എന്ന മാർഗമാണ്. അതായത് പതുക്കെ സാവധാനത്തിൽ ഓരോ ചുവടും ഉറപ്പിച്ച് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെ മുന്നോട്ടു പോവുക. ഇത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് സഹായിച്ചു. ഈ ടേബിൾ നോക്കിയാൽ ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയുടെ ഒരു സംഗ്രഹം നമുക്ക് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഓരോ ഘട്ടത്തിലും ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് മാറിയതെന്ന്. 1991-ൽ തുടങ്ങിയ ഫസ്റ്റ് ജനറേഷൻ റിഫോംസ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രധാന തടസ്സങ്ങൾ മാറ്റുന്നതിലായിരുന്നു ശ്രദ്ധിച്ചത്. 2000-ൽ തുടങ്ങിയ രണ്ടാം തലമുറയാകട്ടെ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസനത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. മൂന്നാം തലമുറയുടെ ലക്ഷ്യം ഈ മാറ്റങ്ങളുടെ ഗുണഫലങ്ങൾ പഞ്ചായത്തുകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. നാലാമത്തേത് ഒരു ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, അതായത് ടെക്നോളജിയെ എങ്ങനെ ഈ വളർച്ചയുമായി ബന്ധിപ്പിക്കാമെന്നത്. ഒന്നാം തലമുറയെ നമുക്കൊരു എമർജൻസി ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് ലൈസൻസ് രാജ് പോലുള്ള നിയമങ്ങൾ ലഘൂകരിച്ചു. വ്യാപാരത്തിനും നിക്ഷേപത്തിനും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാന കാര്യങ്ങൾ. രണ്ടാം തലമുറ പരിഷ്കാരങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം അത് വെറും ബിസിനസ് നിയമങ്ങളിൽ ഒതുങ്ങി നിന്നില്ല. കൃഷി, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലേക്ക് അതിന്റെ സ്വാധീനമെത്തി. ഇതിനെല്ലാം സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ സഹകരണം ആവശ്യമായിരുന്നു. പലപ്പോഴും പുതിയ നിയമനിർമ്മാണങ്ങൾ പോലും വേണ്ടിവന്നു. ഇത് ഒരുപാട് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവെച്ചു. മൂന്നാം തലമുറയുടെ പ്രധാന ലക്ഷ്യം വികേന്ദ്രീകരണമായിരുന്നു. അതായത് ഡൽഹിയിലോ സംസ്ഥാന തലസ്ഥാനങ്ങളിലോ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഗുണം ഏറ്റവും താഴെയുള്ള ഗ്രാമങ്ങളിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുക. അതിനാണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ശക്തിപ്പെടുത്തിയത്. ഇനി നാലാം തലമുറ, അതൊരു സ്വപ്നമാണ്. ഇന്ത്യയിലെ ഓരോ പൗരനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ ലഭിക്കുന്ന, അതുവഴി ഭരണവും ജീവിതവും എളുപ്പമാകുന്ന ഒരു പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പോ പതിറ്റാണ്ടുകൾ നീണ്ട ഈ ഘട്ടം ഘട്ടമായുള്ള പരിഷ്കാരങ്ങൾക്കെല്ലാം ശേഷം ഇന്ന് ലോകവേദിയിൽ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് ചില കണക്കുകൾ നോക്കാം, അല്ലേ? ഇതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ തലക്കെട്ട്. ഏകദേശം 2030 ആകുമ്പോഴേക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് ഓർത്തുനോക്കൂ, വെറും 30-40 വർഷം കൊണ്ടാണ് ഈ ഒരു മാറ്റം. ഈ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യമെന്താണ്? ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും തൊഴിലെടുക്കാൻ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. ജപ്പാനും യൂറോപ്പിലെ രാജ്യങ്ങളുമൊക്കെ പ്രായമാകുന്ന ജനസംഖ്യയെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഈ യുവത്വമാണ്. ഈ റാങ്കിങ്ങുകൾ ഇന്ത്യയുടെ പുരോഗതിയുടെ വ്യക്തമായ തെളിവുകളാണ്.
ലോക സാമ്പത്തിക ഉൽപ്പാദനത്തിൽ നമ്മുടെ പങ്ക് കൂടുന്നുണ്ട്. ഇന്നൊവേഷനിലും ടെക്നോളജിയിലുമൊക്കെ നമ്മൾ മുൻനിര രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ വളർച്ച വെറും വലുപ്പത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഗുണമേന്മയിലും മത്സരശേഷിയിലും വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ്. ഉപസംഹാരമായി പറയട്ടെ, ഇതുവരെയുള്ള ഇന്ത്യയുടെ യാത്ര ഗംഭീരമാണെങ്കിലും മുന്നോട്ടുള്ള പാതയിൽ വെല്ലുവിളികളുമുണ്ട്. ലോകരാജ്യങ്ങൾ പലതും സ്വന്തം സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കുറച്ചുകൂടി അടഞ്ഞ നയങ്ങളിലേക്ക് മാറുമ്പോൾ ഇന്ത്യയുടെ ഈ തുറന്നതും ക്രമാനുഗതവുമായ സമീപനം ഇനിയും ഫലപ്രദമാകുമോ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ വളർച്ചയുടെ നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ എത്തുന്നുണ്ടോ? ഇവയെല്ലാമാണ് ഭാവിയെക്കുറിച്ച് നമ്മൾ ചോദിക്കേണ്ട നിർണായകമായ ചോദ്യങ്ങൾ. Yeah.